സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വം മക്കൾ എത്ര വളർന്നാലും അച്ഛനമ്മമാർക്ക് അവരെന്നും കുഞ്ഞുങ്ങളാണ്. സ്കൂൾ വിദ്യാർത്ഥികളായ നമ്മുടെ കുട്ടികൾ ലഹരി ഉപയോഗിക്കുമെന്നോ വിൽപ്പന നടത്തുമെന്നോ ആരെങ്കിലും പറഞ്ഞാൽ ഒരു മാതാപിതാക്കളും അത് വിശ്വസിക്കില്ല. എൻ്റെ മകൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് അത്ര ആത്മവിശ്വാസത്തോടെ പറയുന്ന അമ്മമാരെ കണ്ടിട്ടുണ്ട്. കാലം മാറി കേട്ടോ. കുട്ടികളെ സംശയത്തോടെ കാണണമെന്നല്ല പറയുന്നത്. എന്നാൽ കൗമാരക്കാരായ മക്കളുടെ മേൽ ഒരല്പം ശ്രദ്ധ വേണം. അവരുടെ കൂട്ടുകെട്ടുകളും ഇടപാടുകളും സോഷ്യൽ മീഡിയയുമെല്ലാം മാതാപിതാക്കൾ ഇടയ്ക്കൊന്ന് നിരീക്ഷിക്കണം. കോട്ടയത്ത് കഞ്ചാവുമായി പിടിയിലായത് 10ാം ക്ലാസ്സുകാരനാണ്. സ്കൂളുകളും കോളേജുകളും ലഹരിയുടെ പ്രധാന വിപണന കേന്ദ്രങ്ങളാകുമ്പോൾ വിദ്യാർത്ഥികളെ ആരാണ് ശ്രദ്ധിക്കേണ്ടത്? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. രാത്രി സമയങ്ങളിൽ നിങ്ങളുടെ മക്കൾ വീട്ടിൽ നിന്നും പുറത്തിറങ്ങുന്നുണ്ടോ? അവരുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും മാറ്റങ്ങളുണ്ടോ? എങ്കിൽ സൂക്ഷിച്ചോളൂ. കമ്പൈൻ സ്റ്റഡി എന്നും കൂട്ടുകാരെ കാണാനെന്നും പറഞ്ഞ് രാത്രിയിൽ വീട്ടിൽ നിന്നും ഇറങ്ങുന്ന കുട്ടികളെ തേടി പുറത്ത് പലരും കാത്തിരിക്കുന്നുണ്ടാകാം. കോട്ടയം പൂഞ്ഞാറിൽ കഞ്ചാവുമായി 10ാം ക്ലാസ് വിദ്യാർത്ഥി പിടിയിലായത് കഴിഞ്ഞ രാത്രിയിലാണ്. എക്സൈസ് സംഘത്തെ കണ്ട് കയ്യിലിരുന്ന പൊതി വലിച്ചെറിഞ്ഞ് ബൈക്കിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ 15കാരൻ പിടിയിലായി. കഴിഞ്ഞ 1 വർഷമായി കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ടെന്നാണ് വിദ്യാർത്ഥിയുടെ വെളിപ്പെടുത്തൽ. ഇതുപോലെ പല വീടുകളിലും അച്ഛനമ്മമാർ അറിയാതെ കുട്ടികൾ ലഹരി മാഫിയയുടെ പിടിയിൽ അകപ്പെട്ടിട്ടുണ്ടാകാം. ശനിയാഴ്ച രാത്രിയിൽ പൂഞ്ഞാർ പനച്ചിക് പാറയിലാണ് 10ാം ക്ലാസ് വിദ്യാർത്ഥിയെ കഞ്ചാവുമായി പിടികൂടിയത്. ബൈക്കിലിരിക്കുകയായിരുന്ന വിദ്യാർത്ഥി എക്സൈസ് സംഘത്തെ കണ്ട് കയ്യിലിരുന്ന പൊതി വലിച്ചെറിഞ്ഞ് ബൈക്കിൽ രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഇതിനിടെ വിദ്യാർത്ഥിയെ തടയാൻ ശ്രമിച്ച എക്സൈസ് ഉദ്യോഗസ്ഥന് വീണു പരിക്ക് പറ്റി. 6 ഗ്രാം കഞ്ചാവാണ് വിദ്യാർത്ഥിയിൽ നിന്നും കണ്ടെടുത്തത്. കഴിഞ്ഞ 1 വർഷമായി കഞ്ചാവ് ഉപയോഗിക്കുന്നതായി വിദ്യാർത്ഥി മൊഴി നൽകി. വിദ്യാർത്ഥിയെ പിടികൂടിയ സ്ഥലത്തിന് സമീപത്തു നിന്നും കഞ്ചാവ് ചെടി കണ്ടെത്തി. മീനച്ചിലാറ്റിൽ പൂഞ്ഞാർ പനച്ചികപ്പാറ കാവുംകടവ് പാലത്തിന് സമീപത്തു നിന്നാണ് ചെടി കണ്ടെത്തിയത്. എന്നാൽ ഇതിന് പിടിയിലായ വിദ്യാർത്ഥിയുമായി ബന്ധമില്ല എന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. കഞ്ചാവ് ഉപയോഗിച്ചവർ വലിച്ചെറിഞ്ഞ അവശിഷ്ടത്തിൽ നിന്നാകാം ചെടി വളർന്നതെന്ന് കരുതുന്നു. ലഹരിക്കെതിരായ നടപടികളുടെ ഭാഗമായി 12 കേസുകളാണ് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ കോട്ടയത്ത് പിടികൂടിയത്. തലയോരപ്പറമ്പിൽ വിവാഹ സൽക്കാര പരിപാടിക്കായി സൂക്ഷിച്ച കഞ്ചാവും കണ്ടെത്തി. 12 കേസുകളിൽ 10 എണ്ണവും വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചവയാണ്. ന്യൂസ് 18 കോട്ടയം. കൊച്ചിയിലെ പല ക്യാമ്പസുകളും ഹോസ്റ്റലുകളും ലഹരിയുടെ ഇടനാഴികളായി മാറുന്നു. കളമശ്ശേരി പോളിടെക്നിക് കോളേജിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി കഞ്ചാവ് വിൽപ്പന നടത്തുന്ന പ്രധാന വിപണന കേന്ദ്രം അവിടുത്തെ ഹോസ്റ്റലാണ്. കഞ്ചാവിനായി വിദ്യാർത്ഥികളിൽ നിന്നും പരസ്യമായി പണപ്പിരിവ്. അതിന് നേതൃത്വം നൽകിയിരുന്നത് 3ാം വർഷ പോളിടെക്നിക് വിദ്യാർത്ഥി അനുരാജ് എന്നാണ് കണ്ടെത്തൽ. പോളി ഹോസ്റ്റലിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയ കേസിൽ അനുരാജിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഹോളി ആഘോഷത്തിന്റെ തലേന്ന് ഹോസ്റ്റലിലേക്ക് 4 പാക്കറ്റ് കഞ്ചാവ് കൊണ്ടുവന്നിരുന്നുവെന്നാണ് വിവരം. എന്നാൽ പിടിച്ചെടുത്തത് 2 പാക്കറ്റ് മാത്രം. അങ്ങനെയെങ്കിൽ ഹോസ്റ്റലിലേക്ക് കൊണ്ടുവന്ന ബാക്കി കഞ്ചാവ് ഇവിടെ? പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കളമശ്ശേരി കഞ്ചാവ് കേസിലെ മുഖ്യപ്രതി 3ാം വർഷ പോളിടെക്നിക് വിദ്യാർത്ഥി അനുരാജാണെന്ന് വ്യക്തമായതോടെയാണ് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. അനുരാജാണ് ഹോളി ആഘോഷത്തിനായി കുട്ടികളിൽ നിന്നും പണപ്പിരിവ് നടത്തിയതെന്നാണ് സൂചന.
പിരിച്ച പണം പിടിയിലായ പൂർവ്വ വിദ്യാർത്ഥികളായ ആഷിഖ്, ഷാലിഖ് എന്നിവർക്ക് കൈമാറുകയും അവർ മുഖേന കഞ്ചാവ് ക്യാമ്പസിൽ എത്തിക്കുകയുമായിരുന്നു. 10,000 രൂപ ഇവർ പിരിച്ചു നൽകിയതായി കണ്ടെത്തിയിട്ടുണ്ട്. ലഹരി എത്തിച്ചു നൽകിയത് ഇതര സംസ്ഥാന തൊഴിലാളിയാണെന്നും മൊഴി ലഭിച്ചു. സുഹൈൽ ഭായ് എന്നയാളാണ് കഞ്ചാവ് എത്തിച്ചതെന്നായിരുന്നു മൊഴി. ഇയാൾക്ക് വേണ്ടി തിരച്ചിൽ നടക്കുന്നുണ്ട്. അനുരാജിനു വേണ്ടി പോലീസ് കഴിഞ്ഞ ദിവസം മുതൽ അന്വേഷണം തുടങ്ങിയിരുന്നു. ആദ്യഘട്ടത്തിൽ അന്വേഷണം തുടങ്ങുമ്പോൾ ഇയാൾ പോലീസിന്റെ പട്ടികയിൽ ഉണ്ടായിരുന്നില്ല. അനുരാജിനെ ചോദ്യം ചെയ്യുന്നതിലൂടെ കഞ്ചാവ് ഹോസ്റ്റലിലേക്ക് എത്തിക്കുന്ന സംഘത്തെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ. കളമശ്ശേരി പോളിടെക്നിക് കോളേജ് ഹോസ്റ്റൽ കഞ്ചാവിന്റെ വിതരണ കേന്ദ്രമായിരുന്നുവെന്നാണ് കണ്ടെത്തൽ. 4 പാക്കറ്റ് കഞ്ചാവ് ഹോസ്റ്റലിലേക്ക് കൊണ്ടുവന്നിരുന്നുവെന്നാണ് പ്രതിയുടെ മൊഴി. എന്നാൽ പിടിച്ചെടുത്തത് 2 പാക്കറ്റ് മാത്രമാണ്. ഹോസ്റ്റലിലേക്ക് കൊണ്ടുവന്ന ബാക്കി കഞ്ചാവ് എങ്ങോട്ട് പോയി എന്നും അന്വേഷിക്കുന്നുണ്ട്. കഞ്ചാവ് പിടിച്ച സംഭവത്തിൽ ആകാശ്, അഭിരാജ്, ആദിത്യൻ എന്നീ വിദ്യാർത്ഥികളെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇവരെ ചോദ്യം ചെയ്തപ്പോഴാണ് പൂർവ്വ വിദ്യാർത്ഥികളായ ആഷിഖ്, ഷാലിഖ് എന്നിവർ പിടിയിലാകുന്നത്. അവരിൽ നിന്നാണ് അനുരാജിലേക്കുള്ള സൂചനകൾ ലഭിച്ചത്. അനുരാജിന്റെ സാമ്പത്തിക ഇടപാടുകളടക്കം പരിശോധിക്കുകയാണ്. അറസ്റ്റിലായ പൂർവ്വ വിദ്യാർത്ഥി മുഹമ്മദ് ആഷിഖാണ് പ്രധാന ലഹരി ഇടപാടുകാരനെന്നാണ് വിവരം. അതേസമയം കളമശ്ശേരി കേന്ദ്രീകരിച്ച് കോളേജ് ഹോസ്റ്റലുകളിൽ പോലീസിന്റെ പരിശോധന തുടരുകയാണ്. രാത്രി നടത്തിയ പരിശോധനയിൽ 2 ഗ്രാം കഞ്ചാവുമായി ഒരു വിദ്യാർത്ഥി പിടിയിലായി. ഭാരതമാതാ കോളേജിലെ 2ാം വർഷ വിദ്യാർത്ഥിയായ കൊല്ലം സ്വദേശി മുഹമ്മദ് സൈദലിയാണ് പിടിയിലായത്. വിദ്യാർത്ഥിയെ രാത്രി തന്നെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. കളമശ്ശേരി പോളിടെക്നിക്കിലെ കഞ്ചാവ് വിൽപ്പന രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ കൂട്ടുകച്ചവടമാണെന്നാണ് പോലീസ് പറയുന്നത്. കഞ്ചാവ് ഉപയോഗിക്കുന്നവർ എല്ലാം ഇവിടെ ഒറ്റക്കെട്ടാണെന്നും പരിശോധനയ്ക്ക് പിന്നാലെ പലരും ഒളിവിൽ പോയെന്നും പോലീസ് പറയുന്നു. ന്യൂസ് 18 കൊച്ചി. ലഹരി മാഫിയയും ക്രിമിനൽ സംഘങ്ങളും നാട്ടിൽ അഴിഞ്ഞാടുമ്പോൾ തൊഴിലിടത്ത് ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്നത് പോലീസുകാരാണ്. കോട്ടയത്ത് ക്രിമിനൽ കേസ് പ്രതിയുടെ ആക്രമണത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടത് ഏതാനും നാളുകൾക്ക് മുൻപായിരുന്നു. ഈ പകൽ കോട്ടയം SH മൗണ്ടിൽ ഒരു പോലീസുകാരന് കുത്തേറ്റ സംഭവം കൂടി പുറത്തുവരുന്നു. ഗാന്ധിനഗർ സ്റ്റേഷനിലെ CPO സനു ഗോപാലിനാണ് കുത്തേറ്റത്. മോഷണക്കേസിലെ പ്രതിയെ പിടികൂടുമ്പോഴായിരുന്നു ആക്രമണം. പോലീസുകാരനെ കുത്തിയ കേസിലെ പ്രതി അരുൺ ബാബുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വൈകിട്ട് 5-ന് SH മൗണ്ട് നസ്രത്ത് മഠത്തിന് മുന്നിൽ വെച്ചാണ് സംഭവം. ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥൻ സനു ഗോപാലിനാണ് കുത്തേറ്റത്. കോട്ടയം മള്ളുശ്ശേരി സ്വദേശിയായ വീട്ടമ്മയെ കെട്ടിയിട്ട് മോഷണം നടത്തിയ കേസിലെ പ്രതിയായ അരുൺ ബാബുവിനെ പിടികൂടുന്നതിനിടയിലായിരുന്നു ആക്രമണം. അരുൺ ബാബു ഇവിടെയുണ്ടെന്നറിഞ്ഞ് ഓട്ടോറിക്ഷയിലെത്തിയ 3 അംഗ പോലീസ് സംഘത്തെ കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് പ്രതി ആക്രമിക്കുകയായിരുന്നു. അന്നേരമാണ് ഒരു പോലീസുകാരൻ രണ്ടാമത്തെ പോലീസുകാരന് ഇയാളെ പിടിച്ചു. 3 കിലോമീറ്റർ പിടിച്ചു, വട്ടം പിടിച്ച് ഒരാളോട് കുത്തിയത്. പോലീസുകാർ എത്ര പേരുണ്ടായിരുന്നു? പിന്നെ വണ്ടി വേറെ വന്നായിരുന്നു. പരിക്ക് കാര്യമായിട്ടുണ്ടോ? കരുക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? കുത്തി പിടിച്ച് ഓരോ ഒഴുകുകയായിരുന്നു. ഞാൻ ഇവിടെ ഞാൻ അകത്തോട്ട് പോയില്ല. പ്രതി എവിടുന്ന നടന്നു വന്നേ കണ്ടേ? ഈ ഭാഗത്ത് ഇങ്ങോട്ട് അങ്ങോട്ട് മാറുക. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ പ്രതിയെ പോലീസ് സാഹസികമായി പിടികൂടി. CPO സനു ഗോപാലിന് കഴുത്തിനു പിന്നിലാണ് കുത്തേറ്റത്. ഇയാളെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്ക് ഗുരുതരമല്ല എന്നാണ് പോലീസ് നൽകുന്ന വിവരം. മാർച്ച് 5-നാണ് വീട്ടമ്മയെ കെട്ടിയിട്ട് അരുൺ ബാബു മോഷണം നടത്തിയത്. ഇയാൾ നിരവധി കേസുകളിൽ പ്രതിയാണ്. ന്യൂസ് 18 കോട്ടയം. പ്രതിമാസം ലക്ഷങ്ങൾ ശമ്പളം, എങ്കിലും കൈക്കൂലിയായി പണവും മദ്യവും വേണം.
കഴിഞ്ഞ ദിവസം വിജിലൻസ് കൈക്കൂലി കേസിൽ അറസ്റ്റ് ചെയ്ത IOC ഡെപ്യൂട്ടി ജനറൽ മാനേജർ അലക്സ് മാത്യു പണത്തോട് അത്രയ്ക്കും അത്യാർത്തിയുള്ള ആളാണ്. ഒരു ഗ്യാസ് ഏജൻസി തുടങ്ങി ജീവിതം കരകയറ്റാമെന്ന് കരുതിയ പലരെയും ഇയാൾ പല രീതിയിൽ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഗതികേട് കൊണ്ടാണ് അലക്സ് മാത്യുവിൻ്റെ കൈക്കൂലി വിവരം ഗ്യാസ് ഏജൻസി ഉടമ മനോജ് വിജിലൻസിനെ അറിയിച്ചത്. IOC ഉദ്യോഗസ്ഥന്റെ കൊച്ചിയിലെ വസതിയിൽ നടത്തിയ റെയ്ഡിൽ 29 ലക്ഷം രൂപയുടെ നിക്ഷേപത്തിന്റെ തെളിവുകളും വിദേശ മദ്യവും ഡിജിറ്റൽ രേഖകളും പിടിച്ചെടുത്തു. എസ് മനോജിൽ നിന്ന് കൈക്കൂലി വാങ്ങുന്നതിനിടയിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഡെപ്യൂട്ടി ജനറൽ മാനേജർ അലക്സ് മാത്യുവിനെ ഇന്നലെയാണ് വിജിലൻസ് കുടുക്കിയത്. ഇതിന് പിന്നാലെയാണ് കൊച്ചിയിലെ ഇയാളുടെ വീട്ടിലും ഓഫീസിലും പരിശോധന നടന്നത്. സാമ്പത്തിക ഇടപാടുകളുടെ നിരവധി രേഖകൾ ഇവിടെ നിന്ന് വിജിലൻസ് സംഘം പിടിച്ചെടുത്തു. 29 ലക്ഷം രൂപയുടെ നിക്ഷേപത്തിന് പുറമെ 6 കുപ്പി വിദേശ മദ്യം, ഹാർഡ് ഡിസ്ക്, പണമിടപാടിന്റെ മറ്റ് ഡിജിറ്റൽ രേഖകൾ തുടങ്ങിയവ പിടിച്ചെടുത്തവയിൽ ഉൾപ്പെടുന്നു. അലക്സ് മാത്യു IOC അസിസ്റ്റന്റ് മാനേജർ ആയതു മുതൽ കൈക്കൂലി വാങ്ങിയിരുന്നതായാണ് സൂചന. അതേസമയം അലക്സ് മാത്യുവിന് മുൻപും കൈക്കൂലി നൽകിയിട്ടുണ്ടെന്നും ഏജൻസിയിൽ നിന്ന് ഉപഭോക്താക്കളെ മാറ്റുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് ഡിസ്ട്രിബ്യൂട്ടർമാരിൽ നിന്ന് ഇയാൾ പണം കൈപ്പറ്റിയിരുന്നതെന്നും എസ് മനോജ് ന്യൂസ് 18നോട് പറഞ്ഞു. അദ്ദേഹം ഒരിക്കലും ഒരു ഡിസ്ട്രിബ്യൂട്ടറെ അടുത്ത് വിളിക്കുകയോ സംസാരിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. ലോഡ് സെയിൽസ് ഓഫീസർമാർ പ്ലാനിങ് കൊടുത്താലും ഇദ്ദേഹം അത് അട്ടിമറിക്കുകയും പുള്ളിക്ക് താല്പര്യമുള്ളവർക്ക് ലോഡ് അയക്കുകയും ചെയ്യുന്നൊരു രീതിയുണ്ട്. അപ്പോൾ പുള്ളി ലോഡിന് വിളിക്കുമ്പോൾ പറയും നിങ്ങളിങ്ങനെ ഫോണിൽ വിളിച്ചാൽ പോരെ, ഇടയ്ക്കൊക്കെ ഒന്ന് കാണണം. പുള്ളി തന്നെ അതിനുള്ള വഴി ഒരുക്കി അങ്ങനെ പുള്ളിയിലോട്ട് ഞങ്ങളെ അടുപ്പിക്കുകയും പുള്ളിയുടെ ആവശ്യങ്ങൾ നടക്കുന്നതിനനുസരിച്ച് നമ്മളെ കൊണ്ടുപോവുകയാണ് പുള്ളി ചെയ്യുന്നത്. അന്നൊക്കെ ഇങ്ങനെ 10,000 5,000 ഒക്കെ ലോഡ് കിട്ടുന്നതിന് വേണ്ടി വാങ്ങും. കഴിഞ്ഞ ദിവസം പുലർച്ചെ ഫോണിൽ വിളിച്ച് ധിക്കാരത്തോടെ നടത്തിയ പ്രതികരണമാണ് പരാതി നൽകാൻ തന്നെ പ്രേരിപ്പിച്ചതെന്ന് മനോജ്. പുള്ളി എന്റെ ഏജൻസിയിൽ നിന്ന് കസ്റ്റമറെ ട്രാൻസ്ഫർ ചെയ്യാൻ 10,000 കസ്റ്റമറെ മാറ്റും, 2 ഏജൻസിക്കായിട്ട് കൊടുക്കും എന്ന് പറഞ്ഞു എന്നെ പുള്ളിയുടെ വീട്ടിൽ വിളിപ്പിച്ചു. അപ്പോൾ ഞാൻ നോക്കട്ടെ, ഞാൻ വിചാരിച്ചാൽ അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും എന്ന് എന്നെ ബോധ്യപ്പെടുത്തുകയാണ്. അതിന് 10 ലക്ഷം രൂപ എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടു. അപ്പോൾ അത് സാറിന് തരാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. എൻ്റെ കയ്യിൽ പൈസയില്ല, സാർ എന്താണെന്ന് വെച്ചാൽ സാറിന്റെ സൗകര്യം പോലെ ചെയ്യാൻ പറഞ്ഞു. റീസെന്റ് ആയിട്ടൊരു 2 ഏജൻസിയിലേക്ക് 1200 1000 കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല, നോക്കണം, അങ്ങനെ മാറ്റി. പുലർച്ചെ 3 മണിയോടെയാണ് കവടിയാറിലെ പണ്ഡിറ്റ് നഗറിലുള്ള വീട്ടിലെ നടപടികൾ പൂർത്തിയാക്കി അലക്സ് മാത്യുവുമായി വിജിലൻസ് സംഘം മടങ്ങിയത്. കൊച്ചിയിലെ IOCയുടെ ഓഫീസിലും രാത്രിയിൽ വിജിലൻസ് സംഘം പരിശോധന നടത്തി. ന്യൂസ് 18 തിരുവനന്തപുരം. അമേരിക്ക തിരയുന്ന രാജ്യാന്തര കുറ്റവാളി അലക്സേജ് ബെഷ്യോക്കോവ്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി മലയാളികൾ ഈ പേരിന് പിന്നാലെയായിരുന്നു. അലക്സേജിനെ കേരള പോലീസ് പിടികൂടിയപ്പോഴാണ് തീവ്രവാദ സംഘടനകളുടെ പണമിടപാടിന്റെ പുതിയ രീതികൾ അറിയാൻ കഴിഞ്ഞത്. താലിബാൻ ഉൾപ്പെടെയുള്ളവരുമായി ഇയാൾക്ക് ബന്ധമുണ്ടോ? അലക്സേജ് പറയുന്ന ബോസ് ആരാണ്? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തണം. എന്തായാലും അതിനുള്ള ഉത്തരം കണ്ടെത്താൻ രാജ്യാന്തര അന്വേഷണ ഏജൻസികൾ പണി തുടങ്ങിയിട്ടുണ്ട്. അലക്സേജ് ബെഷ്യോക്കോവിനെ ഇന്ത്യ ഉടൻ അമേരിക്കയ്ക്ക് കൈമാറും. വർഷങ്ങളോളം ശിക്ഷ ലഭിക്കാവുന്ന കേസുകളിൽ പിടിയിലായിട്ടുകൂടി യാതൊരു കൂസലുമില്ലാതെയാണ് അലക്സേജ് അന്വേഷണത്തോട് സഹകരിക്കുന്നത്. അലക്സേജ് ബെഷ്യോക്കോവിനെ കഴിഞ്ഞ ദിവസമാണ് ഡൽഹി പട്യാല ഹൗസ് കോടതിയിൽ ഹാജരാക്കിയത്. ക്രിപ്റ്റോ കേസടക്കം വ്യാജമാണെന്നും അമേരിക്കയ്ക്ക് കൈമാറരുതെന്നും പ്രതിഭാഗം വാദിച്ചെങ്കിലും കോടതി പരിഗണിച്ചില്ല. ഇയാളെ അമേരിക്കയ്ക്ക് കൈമാറാനുള്ള നടപടികൾ വിദേശകാര്യ മന്ത്രാലയം ഉടൻ തുടങ്ങും. CBIയുടെ ഇന്റർപോൾ വിഭാഗം ചൊവ്വാഴ്ച കോടതിയിൽ അപേക്ഷ നൽകും. ചൊവ്വാഴ്ച വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ അയച്ച പ്രതി ഇപ്പോൾ തീഹാറിലെ 4-ാം നമ്പർ ജയിലിലാണ് ഉള്ളത്. ജയിലിലേക്ക് മാറ്റും മുമ്പ് സിഗരറ്റ് ചോദിച്ചു വാങ്ങി വലിച്ച അലക്സേജിന് യാതൊരു കൂസലുമില്ലെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. രണ്ട് അഭിഭാഷക സംഘങ്ങളാണ് അലക്സേജിനായി കോടതിയിലെത്തിയത്. റഷ്യൻ ഭാഷ തർജ്ജമ ചെയ്യാനും ഒരാൾ ഇവരോടൊപ്പം ഉണ്ടായിരുന്നു.
വർക്കലയിലെ വാടക വീട്ടിൽ നിന്നും അലക്സേജിനെ അറസ്റ്റ് ചെയ്തപ്പോൾ പിടിച്ചെടുത്ത 2 ലാപ്ടോപ്പുകൾ, 4 മൊബൈൽ ഫോണുകൾ, 1 ലക്ഷം രൂപയുടെ ഇന്ത്യൻ നോട്ടുകൾ, റൂബിൾ അടക്കമുള്ള വിദേശ കറൻസികൾ എന്നിവ കേരള പോലീസ് സംഘം തിങ്കളാഴ്ച കോടതിയിൽ ഹാജരാക്കും. ക്രിപ്റ്റോ കേസിലെ നിർണായക തെളിവുകൾ ഈ ലാപ്ടോപ്പുകളിൽ ഉണ്ടെന്നാണ് സൂചന. ായ അലക്സേജ് കോടികൾ സമ്പാദിച്ചത് തീവ്രവാദ സംഘടനകളിൽ നിന്നാണെന്നാണ് റിപ്പോർട്ടുകൾ. തട്ടിപ്പിനായി ഗ്യാരൻഡെക്സ്, ക്രിപ്റ്റോമാക്സ് എന്നീ കമ്പനികളാണ് ഇയാൾ നടത്തിയിരുന്നത്. മോസ്കോയിലാണ് ഗ്യാരൻഡെക്സ് എന്ന കമ്പനി രജിസ്റ്റർ ചെയ്തത്. ഗോഡ്, താലിബാൻ, ഡ്രഗ്, ഹാക്കർ, ക്യാഷ് ഔട്ട്, ക്ലീൻ കോയിൻസ് തുടങ്ങിയവയാണ് ഇയാൾ ഇടപാടുകാർക്ക് നൽകിയിരുന്ന പേരുകൾ. 8 ലക്ഷം കോടിയിലേറെ ഇന്ത്യൻ രൂപയുടെ തട്ടിപ്പാണ് 2019 മുതലുള്ള 6 വർഷം കൊണ്ട് അലക്സേജും സംഘവും നടത്തിയത്. ഡാർക്ക് നെറ്റ് വഴിയാണ് കള്ളപ്പണം വെളുപ്പിക്കൽ നടത്തിയത്. ആദ്യ കമ്പനിയിൽ നിരീക്ഷണം വരുന്നുവെന്ന് തോന്നിയപ്പോൾ തട്ടിപ്പിനായി ക്രിപ്റ്റോമാക്സ് എന്ന കമ്പനി കൂടി തുടങ്ങുകയായിരുന്നു. 20 വർഷം വീതം തടവ് ശിക്ഷ ലഭിക്കാവുന്ന 2 കുറ്റകൃത്യങ്ങളിലും 5 വർഷം വീതം തടവ് ശിക്ഷ ലഭിക്കാവുന്ന 1 കുറ്റകൃത്യത്തിനുമാണ് അമേരിക്കയിൽ അലക്സേജിന്റെ പേരിൽ കേസുള്ളത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. വീടുകളിൽ ഉണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങൾ തുടക്കത്തിൽ തന്നെ പരിഹരിച്ചു പോയില്ലെങ്കിൽ ഒടുവിൽ എത്തി നിൽക്കുന്നത് വലിയ ദുരന്തത്തിലായിരിക്കും. കൊല്ലം പാരിപ്പള്ളിയിൽ ഭാര്യാമാതാവിനെ തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച ഒരു കേസിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. പാരിപ്പള്ളി സ്വദേശിനി രത്നമ്മയെ ആക്രമിച്ച ശേഷം മരുമകൻ വീടിന് തീയിട്ടു. എന്നാൽ 80-കാരിയായ രത്നമ്മയുടെ നിലവിളി കേട്ട് നാട്ടുകാർ ഓടിക്കൂടി തീയണച്ചതിനാൽ വൻ ദുരന്തമൊഴിവായി. പിന്നാലെ മരുമകൻ മണിയൻ കഴുത്തും കൈഞ്ഞരമ്പും മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു. ഇരുവരും പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. കുടുംബ പ്രശ്നമാണ് സംഭവത്തിന് കാരണമെന്ന് പോലീസ് പറയുന്നു. മരുമകൻ തലക്കടിച്ചു പരിക്കേൽപ്പിച്ച 80-കാരി രത്നമ്മയുടെ നിലവിളി കേട്ടാണ് നാട്ടുകാർ ഓടിയെത്തുന്നത്. വീടിന് തീപിടിച്ച് പുക ഉയരുന്നതായും കണ്ടതോടെ പരവൂർ ഫയർഫോഴ്സിനെ വിവരമറിയിച്ചു. ഫയർഫോഴ്സ് സംഘമെത്തി തീ നിയന്ത്രണ വിധേയമാക്കിയ ശേഷം വാതിലുകൾ ചവിട്ടിപ്പൊളിച്ച് ഉള്ളിൽ കടന്നപ്പോഴാണ് മരുമകൻ മണിയപ്പനെ അബോധാവസ്ഥയിൽ ശുചിമുറിയിൽ കണ്ടത്. ഇയാൾ കഴുത്തും കൈഞ്ഞരമ്പും മുറിച്ച് ആത്മഹത്യക്ക് ശ്രമം നടത്തിയതാണെന്ന് പോലീസ് അറിയിച്ചു. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ: കുടുംബവഴക്കിനെ തുടർന്ന് ഭാര്യാമാതാവിനോട് മണിയപ്പന് വൈരാഗ്യമുണ്ടായിരുന്നു. വീട്ടിൽ മറ്റാരുമില്ലാതിരുന്നപ്പോൾ രത്നമ്മയുമായി വഴക്കിട്ട ഇയാൾ വയോധികയുടെ തലയടിച്ചു പൊട്ടിച്ച ശേഷം വീടിന് പുറത്തിറക്കി കഥ കടച്ചു. തുടർന്ന് പാചകവാതക സിലിണ്ടർ തുറന്നുവിട്ട് വീടിന് തീയിട്ട ശേഷമാണ് മണിയപ്പൻ ആത്മഹത്യക്ക് ശ്രമിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ രത്നമ്മ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. മണിയപ്പന്റെ ആരോഗ്യനിലയും ഗുരുതരമാണ്. പാരിപ്പള്ളി പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. ന്യൂസ് 18 കൊട്ടാരക്കര. വാദിപ്രതിയായ പല കേസുകളെക്കുറിച്ചും നമ്മൾ കേൾക്കാറുണ്ട്. മലപ്പുറം മഞ്ചേരിയിലെ സ്വർണ്ണ കവർച്ചാ കേസിൽ പോലീസിന്റെ അന്വേഷണം എത്തിയത് പരാതിക്കാരനിലേക്ക് തന്നെയാണ്. മഞ്ചേരിയിൽ സ്വർണ്ണാഭരണ വിൽപ്പനക്കാരെ ആക്രമിച്ച് 117 പവൻ സ്വർണം കവർന്ന കേസിലാണ് ജീവനക്കാരൻ പിടിയിലായത്. ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ സ്വർണമാണ് ജീവനക്കാരനായ സിവേഷ് കവർച്ച ചെയ്തത്. അതിനായി അയാൾ സഹോദരന്റെയും സുഹൃത്തിന്റെയും സഹായം തേടി. മൂവരും ചേർന്നായിരുന്നു കവർച്ച പദ്ധതിയിട്ടത്. കേസിൽ 2 പേരെ മഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു. സംഭവസ്ഥലത്തുണ്ടായിരുന്ന ഒരു യുവാവിന്റെ ഇടപെടലാണ് കേസിൽ നിർണായകമായത്. സ്വർണ്ണാഭരണങ്ങൾ ജ്വല്ലറികളിലേക്ക് നിർമ്മിച്ചു നൽകുന്ന സ്ഥാപനമായ നിഖില ബാംഗിൾസിലെ ജീവനക്കാരനായിരുന്നു കേസിലെ മുഖ്യപ്രതി സിവേഷ്. മുൻപ് പല കേസുകളിലും പ്രതിയായ സിവേഷ് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ഇവിടെ ജോലിയിൽ പ്രവേശിച്ചത്. മഞ്ചേരി ഭാഗത്തെ കടകളിൽ സ്വർണ്ണാഭരണങ്ങളുടെ മോഡലുകൾ കാണിച്ച് വിൽപ്പന നടത്തി ബാക്കിയുള്ള സ്വർണവുമായി തിരിച്ച് സ്കൂട്ടറിൽ മലപ്പുറത്തേക്ക് പോകും വഴിയായിരുന്നു സ്വർണം കവർന്നത്. സിവേഷിന് തന്നെ ആസൂത്രണമായിരുന്നു ഇതിനു പിന്നിൽ.
കാട്ടുങ്ങലിൽ ആളൊഴിഞ്ഞ ഭാഗത്ത് സിവേഷ് സ്കൂട്ടർ നിർത്തിയിട്ടു. അവിടെ എത്തിയ മറ്റു പ്രതികൾ സ്കൂട്ടർ മറച്ചിട്ട് സ്വർണ്ണാഭരണങ്ങളടങ്ങിയ ബാഗ് മോഷ്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു. സംഭവ സ്ഥലത്തുണ്ടായിരുന്ന ഒരു യുവാവിന്റെ ഇടപെടലാണ് പ്രതികളെ പിടികൂടുന്നതിൽ നിർണായകമായതെന്ന് പോലീസ് പറഞ്ഞു. പ്രതികളുടെ വാഹനം പിന്തുടർന്ന് ഇയാൾ നമ്പർ പ്ലേറ്റ് അടക്കം ഫോട്ടോ എടുത്ത് പോലീസിന് കൈമാറി. തുടർന്ന് വളരെ വേഗത്തിൽ പോലീസ് പ്രതികളെ പിടികൂടി. ജ്വല്ലറിക്ക് വേണ്ടിയിട്ട് സ്വർണം കൊണ്ടുവരുന്ന ബൈക്കിൽ കൊണ്ടുവരുന്ന വ്യക്തി ഒരാൾ തന്നെയാണ് ഇതിന്റെ പ്രധാന സൂത്രധാരൻ, ഒരു ശിവേഷ്. ഇവർ തന്നെ സ്റ്റേജ് ചെയ്ത ഒരു മാറ്ററായിരുന്നു. സ്വിഫ്റ്റായിട്ട് പോലീസിന് ആക്ട് ചെയ്യാൻ ഇതിനകത്ത് കഴിഞ്ഞതിനും കാരണം ഒരു സിവിലിയൻ, ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയുടെ ഇടപെടലാണ്. സംഭവം കാണുമ്പോൾ, നേരിൽ കണ്ടപ്പോൾ അതിലെ ദുരൂഹത മനസ്സിലാക്കി പുറകെ ഒന്ന് പോയി നോക്കുകയും ആ വെഹിക്കിളിന്റെ ഫോട്ടോഗ്രാഫ് കൃത്യമായിട്ട് എടുത്ത പോലീസിന് ഒട്ടും ടൈം ഡിലേ ഇല്ലാതെ തന്നെ ഷെയർ ചെയ്യുകയും ചെയ്തു. സിവേഷിനും സഹോദരൻ ബെൻസുവിനുമൊപ്പം കവർച്ചയിൽ പങ്കെടുത്ത മൂന്നാമതൊരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കേസിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷണം നടത്തുന്നതായും പോലീസ് വ്യക്തമാക്കി. ന്യൂസ് 18 മലപ്പുറം. ഇൻസ്റ്റഗ്രാമിലെ പ്രണയച്ചതിയെക്കുറിച്ച് എത്ര കേട്ടാലും നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾ പാഠം പഠിക്കില്ല. കൊല്ലം പൂയപ്പള്ളിയിൽ 16-കാരിയായ പെൺകുട്ടിയാണ് പ്രണയക്കെണിയുടെ പുതിയ ഇര. പ്രണയം നടിച്ച് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ 2 യുവാക്കളെ പൂയപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. പള്ളിക്കൽ സ്വദേശി ഇർഫാൻ, വെളിനല്ലൂർ സ്വദേശി സുൽഫിക്കർ എന്നിവരാണ് പിടിയിലായത്. ഇവർ സമാനമായ രീതിയിൽ പെൺകുട്ടികളെ ചതിവലയിൽ കുടുക്കുന്നവരാണോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട യുവാക്കൾ പെൺകുട്ടിയെ ആലുവയിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. പെൺകുട്ടിയെ കാണാതായതോടെ വീട്ടുകാർ പൂയപ്പള്ളി പോലീസിൽ പരാതി നൽകി. പോലീസ് ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ പ്രതികൾ ആലുവയിലുണ്ടെന്ന് മനസ്സിലായി. ഇതോടെ പൂയപ്പള്ളി പോലീസ് ആലുവയിലെത്തി പെൺകുട്ടിയെ കണ്ടെത്തുകയും പ്രതികളെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. പള്ളിക്കൽ സ്വദേശി 19-കാരനായ ഇർഫാൻ, വെളിനല്ലൂർ ആൻസിയ മൻസിലിൽ 19 വയസ്സുള്ള സുൽഫിക്കർ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ഇവർ സമാന കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരുന്നു. SI-മാരായ രജനീഷ് മാധവൻ, അനിൽകുമാർ, രാജേഷ്, ASI-മാരായ അനിൽകുമാർ, ബിജു, CPO അൻവർ എന്നിവരടങ്ങുന്ന പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊട്ടാരക്കര. ലഹരിയുടെ പേരിലും തട്ടിപ്പ് നടത്തുന്ന ചില വിരുദ്ധന്മാരുണ്ട് നമ്മുടെ നാട്ടിൽ. മലപ്പുറം ഒതുക്കുന്നലിൽ യുവാക്കൾക്ക് MDMAയ്ക്ക് പകരം നൽകിയത് കർപ്പൂരം, പിന്നാലെ കൂട്ടയടിയും. നാട്ടുകാരുടെ മുന്നിൽ വെച്ചായിരുന്നു യുവാക്കളുടെ ഏറ്റുമുട്ടൽ. എന്നാൽ പോലീസ് സംഭവസ്ഥലത്തെത്തി പരിശോധിച്ചെങ്കിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒതുക്കുങ്ങൽ പെട്രോൾ പമ്പിന് സമീപമാണ് സംഭവം. MDMAയ്ക്ക് പകരം കർപ്പൂരം നൽകിയെന്ന് ആരോപിച്ചാണ് യുവാക്കൾ ഏറ്റുമുട്ടിയതെന്നാണ് വിവരം. വിവരം അറിഞ്ഞെത്തിയവർക്ക് മുന്നിൽ വെച്ചും യുവാക്കൾ ഏറ്റുമുട്ടിയെന്ന് ഒതുക്കുങ്ങൽ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൽ കരീം പറഞ്ഞു. പമ്പിന്റെ മുൻപിൽ വെച്ച് 3 പേർ അടികൂടുന്നത് കണ്ട് നാട്ടുകാർ ചോദ്യം ചെയ്യുകയായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംഘർഷമുണ്ടാക്കിയവരെ നാട്ടുകാർ തടഞ്ഞു നിർത്തി എന്താണ് സംഭവം എന്ന് അന്വേഷിച്ചപ്പോൾ MDMA എന്ന് പറഞ്ഞ് കർപ്പൂരം നൽകിയെന്നായിരുന്നു മറുപടി. തുടർന്ന് പോലീസിനെ വിവരമറിയിച്ചു. പോലീസ് എത്തി ഇവരെ ചോദ്യം ചെയ്തു. പരിശോധനയിൽ ലഹരി വസ്തുക്കളൊന്നും കണ്ടെത്താത്തതിനെ തുടർന്ന് മേൽവിലാസം ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ശേഖരിച്ച ശേഷം യുവാക്കളെ വിട്ടയക്കുകയായിരുന്നു.
ന്യൂസ് 18 തിരൂർ. രോഗിയുമായി പോകുന്ന ആംബുലൻസുകൾക്ക് പോലും വഴിമുടക്കുന്ന ചില സാമൂഹ്യ ദ്രോഹികളുണ്ട് നമ്മുടെ നാട്ടിൽ. കൊച്ചിയിൽ ആംബുലൻസിന് മാർഗതടസ്സം ഉണ്ടാക്കിയത് സ്കൂട്ടർ യാത്രക്കാരിയാണ്. ഗുരുതരാവസ്ഥയിലായ രോഗിയെ ആലുവയിൽ നിന്നും കൊച്ചിയിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുകയായിരുന്ന ആംബുലൻസിനാണ് യുവതി വഴി നൽകാതെ സ്കൂട്ടർ ഓടിച്ചത്. സൈറൻ മുഴക്കിയെത്തിയ ആംബുലൻസ് ഹോണടിച്ചിട്ടും യുവതി വഴിമാറിക്കൊടുത്തില്ല. ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഗുരുതരമായി പരിക്കേറ്റ രോഗിയുമായി ആലുവയിൽ നിന്ന് കൊച്ചിയിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുകയായിരുന്ന ആംബുലൻസിന്റെ യാത്രയാണ് സ്കൂട്ടർ യാത്രക്കാരിയായ യുവതി തടസ്സപ്പെടുത്തിയത്. സൈറൺ മുഴക്കി വന്ന ആംബുലൻസ് നിരന്തരമായി ഹോണടിച്ചിട്ടും സ്കൂട്ടർ വഴിമുടക്കിയെന്നാണ് പരാതി. രോഗിയെ ആശുപത്രിയിൽ എത്തിച്ച ശേഷം ആംബുലൻസ് ഡ്രൈവർ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി. കലൂർ മെട്രോ സ്റ്റേഷന് സമീപമുള്ള ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ആലുവയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ നിന്നും കൈയറ്റുപോയ രോഗിയുമായി കൊച്ചിയിലെ മറ്റൊരു ആശുപത്രിയിലേക്ക് പോയ ആംബുലൻസിനാണ് യുവതി മാർഗതടസ്സം ഉണ്ടാക്കിയത്. മഹാരാഷ്ട്ര രജിസ്ട്രേഷനിലുള്ള വാഹനമാണ് യുവതി ഓടിച്ചിരുന്നതെന്ന് ദൃശ്യങ്ങളിൽ വ്യക്തം. സ്കൂട്ടറിന്റെ രജിസ്ട്രേഷൻ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ യുവതിയെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. സംഭവത്തിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതോടെ പോലീസും മോട്ടോർ വാഹന വകുപ്പും അന്വേഷണം തുടങ്ങി. ആംബുലൻസിന്റെ മുൻസീറ്റിലുണ്ടായിരുന്ന വ്യക്തിയാണ് വീഡിയോ ചിത്രീകരിച്ചത്. യുവതിയോട് തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് സ്റ്റേഷനിൽ ഹാജരാകാൻ പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. ഭർത്താവ് ഫോണിലൂടെ തലാക്ക് ചൊല്ലിയെന്ന് 21-കാരിയുടെ പരാതി. സ്വന്തം കുഞ്ഞിനെയും ഭർത്താവ് തള്ളിപ്പറഞ്ഞതായും യുവതി പറയുന്നു. മാനസികവും ശാരീരികവുമായുള്ള പീഡനം സഹിക്കാനാകാതെ സ്വന്തം വീട്ടിലേക്ക് പോയതിന് പിന്നാലെ ഫോൺ ചെയ്ത് തലാക്ക് ചൊല്ലിയെന്ന് പറയുകയായിരുന്നു. നടുവട്ട സ്വദേശിനിയായ യുവതിയാണ് പരാതിയുമായി പോലീസിനെ സമീപിച്ചത്. കേസിൽ എടക്കുളം സ്വദേശി ഷാഹുൽ ഹമീദിനെതിരെ കൽപ്പകഞ്ചേരി പോലീസ് കേസെടുത്തു. നടുവട്ടം സ്വദേശിയായ 21-കാരിയാണ് ഭർത്താവ് എടക്കുളം സ്വദേശി ഷാഹുൽ ഹമീദിനെതിരെ പോലീസിൽ പരാതി നൽകിയത്. ഭർത്താവ് ക്രൂരമായി പീഡിപ്പിക്കുന്നതായും മൊബൈൽ ഫോണിലൂടെ തലാക്ക് ചൊല്ലിയതായും ചൂണ്ടിക്കാട്ടിയാണ് പരാതി. ശാരീരികവും മാനസികവുമായ പീഡനം സഹിക്കാനാകാതെ സ്വന്തം വീട്ടിലേക്ക് പോയ യുവതിയെ ഷാഹുൽ ഹമീദ് ഫോണിൽ വിളിക്കുകയും ഇരുവരുടെയും കുഞ്ഞ് തന്റേതല്ലെന്ന് പറയുകയും ചെയ്തു. തുടർന്ന് ഉമ്മയുടെ മുന്നിൽ വെച്ച് തൊലാക്ക് ചൊല്ലുകയാണെന്ന് പറഞ്ഞെന്നും യുവതിയുടെ പരാതിയിൽ പറയുന്നു. എന്റെ ഭർത്താവ് വിദേശത്തായിരുന്നു. അവര് പിന്നെ ജനുവരി 29 നാട്ടിലെത്തി 2 ദിവസം വീട്ടിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവരെന്നെ ശാരീരികമായിട്ട് ഉപദ്രവിക്കുകയൊക്കെ ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ വന്നതിന് ശേഷം അവര് ഫോൺ ചെയ്ത് പറഞ്ഞത് എനിക്ക് ഞാൻ വേണ്ട, ഞാൻ എൻ്റെ അമ്മയുടെ മുന്നിൽ വെച്ച് തൊലാക്കില്ലാണ് അങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം പള്ളി കമ്മിറ്റിക്കാർ 2 പള്ളി കമ്മിറ്റിയും കൂടെ അവർ ഒത്തു തീരുമാനത്തിന് വിളിച്ചെടുത്തപ്പോൾ അവർ പറഞ്ഞ് ഞാൻ അവളെ തൊലാക്കില്ലേക്കുന്നു, എനിക്ക് അവളെ വേണ്ടെന്നാണ് അവിടെയും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 3 വർഷം മുൻപായിരുന്നു ഇവരുടെ വിവാഹം. 1 വർഷമായപ്പോഴേക്കും ഇവർക്കിടയിൽ അസ്വാരസ്യങ്ങൾ തുടങ്ങിയിരുന്നു. വിവാഹ സമയത്ത് നൽകിയ 15 പവൻ സ്വർണവും 1.5 ലക്ഷം രൂപയും കൈക്കലാക്കിയ ശേഷം സ്വർണം പോരെന്ന് പറഞ്ഞ് ഉപദ്രവം പതിവായി. വിദേശത്തായിരുന്നപ്പോൾ ഫോണിലൂടെ മാനസികമായി പീഡിപ്പിച്ചിരുന്നുവെന്നും നാട്ടിലെത്തിയ ശേഷം മദ്യപിച്ച് മർദ്ദിക്കുന്നതും ആരംഭിച്ചതായി യുവതി പറയുന്നു. കട്ടിലിൽ നിന്ന് തള്ളി താഴെയിടും, ചുവരിൽ ചേർത്ത് കഴുത്ത് ഞെരിക്കുമായിരുന്നുവെന്നും യുവതി പറയുന്നു. ഉപദ്രവം തുടർന്നതോടെയാണ് സ്വന്തം വീട്ടിലേക്ക് പോയതെന്നും യുവതി പറഞ്ഞു. എന്നാൽ തന്നോട് ആലോചിക്കാതെ വീട് വിട്ടു പോയതിലെ അമർഷം കാരണം ഇനി വേണ്ടെന്ന് പറഞ്ഞതല്ലാതെ ഫോണിലൂടെ തൊലാക്ക് ചൊല്ലിയിട്ടില്ലെന്നാണ് ഷാഹുൽ ഹമീദിന്റെ വിശദീകരണം.
യുവതിയുടെ പരാതിയിൽ നിയമവിരുദ്ധമായി തൊലാക്ക് ചൊല്ലിയതിനും ശാരീരികമായി ഉപദ്രവിച്ചതിനും സ്വർണവും പണവും കബളിപ്പിച്ച് കൈക്കലാക്കിയതിനും ഷാഹുൽ ഹമീദിനെതിരെ കൽപ്പകഞ്ചേരി പോലീസ് കേസെടുത്തു. ന്യൂസ് 18 തിരൂർ. കർണാടകയിൽ വൻ മയക്കുമരുന്ന് വേട്ട. മംഗളൂരുവിൽ 75 കോടി രൂപ വിലമതിക്കുന്ന 37 കിലോ MDMAയുമായി പിടിയിലായത് 2 സൗത്ത് ആഫ്രിക്കൻ സ്വദേശികളായ യുവതികളാണ്. രാജ്യത്തുടനീളം മയക്കുമരുന്ന് വിതരണം ചെയ്യുന്ന ലഹരി മാഫിയ സംഘത്തിലെ പ്രധാനികളാണിവർ. വിമാനമാർഗമാണ് ഈ യുവതികൾ ലഹരി ഇടപാടുകൾ നടത്തിയിരുന്നത്. കർണാടകയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ MDMA വേട്ടയാണിത്. രാജ്യത്തുടനീളം മയക്കുമരുന്ന് വിതരണം ചെയ്യുന്ന ബാംബ ഫെൻഡ, ആബിഗേൽ അഡോണിയസ് എന്നിവരെയാണ് മംഗളൂരു സിറ്റി ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത്. ദക്ഷിണാഫ്രിക്കൻ സ്വദേശികളായ ഇരുവരെയും ബംഗളൂരുവിൽ നിന്ന് മംഗളൂരുവിലേക്കുള്ള യാത്രക്കിടെയാണ് അറസ്റ്റ് ചെയ്തത്. ഇവരിൽ നിന്ന് 37.87 കിലോഗ്രാം MDMAയും പിടികൂടി. വിപണിയിൽ 75 കോടി രൂപ വില വരും. യുവതികൾ ഡൽഹിയിൽ നിന്ന് വിമാനം വഴിയാണ് ബംഗളൂരുവിലേക്ക് MDMA എത്തിച്ചത്. 2 ട്രോളി ബാഗുകളിലാക്കി വിമാനത്തിൽ കൊണ്ടുവരികയായിരുന്നു. ഇവരിൽ നിന്ന് 4 മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തു. പിടിയിലായ ഇരുവരും മയക്കുമരുന്ന് മാഫിയ സംഘത്തിലെ പ്രധാന കണ്ണികളാണെന്ന് പോലീസ് പറഞ്ഞു. Original name is Olivo Evans. ಈ ಇಬ್ಬರು ಲೇಡೀಸ್ ಸಾಕರ್ ಸೊಸೈಟಿ ಬೆಂಗಳೂರು ಮುಂಬೈಗೆ ಪ್ರಯಾಣ ಮಾಡಿದ್ದಾರೆ. ನಮ್ಮದು ಪ್ರಿಲಿಮಿನರಿ ಇನ್ವೆಸ್ಟಿಗೇಷನ್ ಪ್ರಕಾರ ಕಳೆದ 1 ವರ್ಷದಲ್ಲಿ ಸುಮಾರು 37 ಟೈಮ್ಸ್ ಅವರು ಬೆಂಗಳೂರು ಬಂದಿದ್ದಾರೆ ಮತ್ತು 22 ಟೈಮ್ಸ್ ಡೆಲ್ಲಿ ಹೋಗಿದ್ದಾರೆ. ಸೊ ಒಟ್ಟಾರೆ 1 ವರ್ಷದಲ್ಲಿ 59 ಟೈಮ್ಸ್ ಅವರು ಈ ಡ್ರಗ್ಸ್ ಮಾಡಿದ್ದಾರೆ. ഡൽഹിയിൽ നിന്ന് വിമാനമാർഗം ബംഗളൂരുവിലേക്കും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും ഈ സംഘം മയക്കുമരുന്ന് കടത്തുന്നുണ്ട്. പിടിയിലായവരിൽ ഒരാൾ 2020-ലും മറ്റൊരാൾ 2016-ലും ഇന്ത്യയിൽ ബിസിനസ് വിസയിൽ എത്തിയവരാണ്. ഒരു വർഷത്തിനിടെ മാത്രം 37 തവണ ഇവർ ബംഗളൂരുവിലേക്ക് വിമാനയാത്ര നടത്തിയിട്ടുണ്ട്. 22 തവണ മുംബൈയിലേക്കും ഇവർ യാത്ര ചെയ്തിട്ടുണ്ട്. ന്യൂസ് 18 മംഗളൂരു. കോളേജുകളിൽ വിദ്യാർത്ഥി സംഘടനകൾ തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടാകാറുണ്ട്. എന്നാൽ എറണാകുളം മഹാരാജാസ് കോളേജിൽ ഒരേ സംഘടനയിൽപ്പെട്ടവർ തമ്മിലാണ് സംഘർഷമുണ്ടായത്. KSU മലപ്പുറം ജില്ലാ സെക്രട്ടറിയും മഹാരാജാസ് കോളേജ് മുൻ യൂണിറ്റ് പ്രസിഡന്റുമായ മുഹമ്മദ് നിയാസിനെ എറണാകുളം ജില്ലാ പ്രസിഡന്റ് കൃഷ്ണലാൽ മർദ്ദിച്ചെന്നാണ് പരാതി. ജില്ലാ പ്രസിഡന്റ് മുഖത്ത് തുപ്പിയതായും ആരോപണമുണ്ട്. സംഭവത്തിൽ KSU സംസ്ഥാന പ്രസിഡന്റിനും KPCC പ്രസിഡന്റിനും നിയാസ് പരാതി നൽകി. മദ്യപിച്ചെത്തിയ KSU എറണാകുളം ജില്ലാ പ്രസിഡന്റ് കൃഷ്ണലാലിന്റെ നേതൃത്വത്തിൽ മർദ്ദിച്ചെന്നാണ് KSU മലപ്പുറം ജില്ലാ സെക്രട്ടറി നിയാസിന്റെ പരാതി. യൂണിറ്റ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിലെ തർക്കത്തെ തുടർന്നാണ് മർദ്ദനമെന്നും പരാതിയിലുണ്ട്. യൂണിറ്റ് സമ്മേളനത്തിന്റെ ഭാഗമായാണ് നിയാസ് കോളേജിലെത്തിയത്. ഫ്രട്ടേണിറ്റിയുമായി ബന്ധമുള്ള വിദ്യാർത്ഥിയെ പുതിയ യൂണിറ്റ് പ്രസിഡന്റായി നിയമിക്കാൻ KSU ജില്ലാ പ്രസിഡന്റും എറണാകുളം അസംബ്ലി പ്രസിഡന്റും നിർബന്ധിക്കുന്ന വിവരമറിഞ്ഞെന്നും പരാതിയിൽ പറയുന്നു. എന്നാൽ ഇതെതിർത്ത വിദ്യാർത്ഥികൾ പരിചയസമ്പത്തുള്ള മുതിർന്ന യൂണിറ്റ് അംഗത്തെ പ്രസിഡന്റാക്കാൻ തീരുമാനിച്ചു. തുടർന്നുണ്ടായ തർക്കമാണ് മർദ്ദനത്തിൽ കലാശിച്ചതെന്നാണ് പരാതി. സമ്മേളനത്തിന് ശേഷം ചില കാര്യങ്ങൾ ചർച്ച ചെയ്യാനെന്ന് പറഞ്ഞ് തന്നെ കാറിൽ വിളിച്ചുകൊണ്ടുപോയി മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് നിയാസിന്റെ പരാതിയിൽ പറയുന്നത്. KPCC അധ്യക്ഷനും KSU സംസ്ഥാന അധ്യക്ഷനും നൽകിയ പരാതിയിൽ ജില്ലാ പ്രസിഡന്റ് മുഖത്ത് തുപ്പിയതായും ആരോപിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. എറണാകുളം മലയാറ്റൂരിൽ മദ്യപിച്ചതിനെ തുടർന്നുണ്ടായ തർക്കത്തിൽ യുവാവ് കൊല്ലപ്പെട്ടു. മലയാറ്റൂർ സ്വദേശി ജിബിനാണ് കൊല്ലപ്പെട്ടത്. സുഹൃത്ത് വിഷ്ണു അറസ്റ്റിൽ.
തിരുവനന്തപുരം പള്ളിച്ചലിൽ വീട് നിർമ്മാണ സ്ഥലത്ത് നോക്കുകൂലി ആവശ്യപ്പെട്ട് യൂണിയൻകാർ സംഘർഷാവസ്ഥ സൃഷ്ടിച്ചതായി പരാതി. പ്രശ്നം പരിഹരിക്കാനെത്തിയ പോലീസുകാർക്ക് നേരെയും കയ്യേറ്റ ശ്രമം. തിരുവനന്തപുരം കല്ലമ്പലം നാവായിക്കുളത്ത് വീട്ടിൽ നിന്ന് 1 കിലോയിലധികം കഞ്ചാവ് പിടിച്ചെടുത്തു. പ്രതി സ്ട്രോങ് ബാബു എന്ന് വിളിക്കുന്ന വിജയമോഹനൻ അറസ്റ്റിൽ. എറണാകുളത്ത് 2 ഇടങ്ങളിൽ പോലീസ് MDMA പിടികൂടി. വ്യത്യസ്ത കേസുകളിലായി പിടിയിലായത് മൂലംകുഴി സ്വദേശി അരുൺകുമാർ, കലൂർ സ്വദേശി മുഹമ്മദ് സനൂപ് എന്നിവർ. മംഗളൂരുവിൽ തോക്കും വെടിയുണ്ടകളുമായി മഞ്ചേശ്വരം സ്വദേശി അറസ്റ്റിൽ. അറസ്റ്റിലായത് കടമ്പാർ സ്വദേശി അബ്ദുൾ ഫൈസൽ. ജീവിതത്തിൽ രക്ഷപ്പെടാൻ പല ബിസിനസ്സുകളും നടത്തുന്നവരുണ്ട്. ചിലത് നഷ്ടം കാരണം പൂട്ടേണ്ടി വന്നേക്കാം എന്നു കരുതി ആരെങ്കിലും കഞ്ചാവ് കച്ചവടം തുടങ്ങുമോ? കൊച്ചി നഗരത്തിൽ വർഷങ്ങളായി ഒരു കഫേ നടത്തിയിരുന്ന യുവാവിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. പാലക്കാട് സ്വദേശിയായ മുഹമ്മദ് ഷബീബ് 2 വർഷമായി കലൂരിൽ കഫേ നടത്തിയിരുന്ന ആളാണ്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് നഷ്ടം കാരണം കഫേ പൂട്ടേണ്ടി വന്നു. അതോടെ കുറച്ച് സാമ്പത്തിക ബാധ്യതകളുമായി. ഇതോടെയാണ് ഷബീബ് ആ കടം വീട്ടാൻ കഞ്ചാവ് കച്ചവടത്തിലേക്ക് ഇറങ്ങിയത്. കഞ്ചാവ് വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് കടം വീട്ടണം, പുതിയതായി ഒരു കോഫി ഷോപ്പ് തുടങ്ങണം. ഇതൊക്കെയായിരുന്നു ഷബീബിൻ്റെ മനസ്സിൽ. എന്നാൽ MDMAയുമായി പോലീസിൻ്റെ പിടിയിലായതോടെ ഷബീബിൻ്റെ ഈ കച്ചവടവും പൊളിഞ്ഞു. ചെറിയ നേട്ടത്തിനു വേണ്ടി കഞ്ചാവ് ഇടപാടുകൾക്ക് ഇറങ്ങുന്നവർക്ക് ഷബീബിൻ്റെ ഈ കഥ ഒരു പാഠമാകട്ടെ. ഇതോടെ ഇന്നത്തെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.